നമസ്കാരം. മോഷണത്തിന് പിടികൂടിയ പ്രതികൾ മുമ്പ് ഇരട്ടക്കൊലപാതകം നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തുന്നത് പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിലായിരുന്നു. നവജാത ശിശുവിനെയും പ്രായമായ ആളെയും കൊലപ്പെടുത്തിയെന്ന് പ്രതികളിലൊരാളായ പുത്തൻപുരയ്ക്കൽ നിതീഷാണ് കുറ്റസമ്മതം നടത്തിയത്. മറ്റൊരു പ്രതിയായ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിന്റെ അച്ഛൻ വിജയനെയും സഹോദരിയുടെ കുഞ്ഞിനെയുമാണ് ഇവർ കൊലപ്പെടുത്തിയത്. പ്രതിയായ വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളുടെ സഹോദരിയോട് അച്ഛൻ എവിടെയെന്ന് ചോദിച്ചിരുന്നു. ഇതിന് കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചില്ല. തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴും മൊഴികളിൽ തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയായിരുന്നു. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഇവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു. വിജയനെ കഴിഞ്ഞ ഓണം മുതൽ കാണാതായെന്നും ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കളിൽ ചിലർ പറഞ്ഞു. 2023 ഓഗസ്റ്റിലാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിൽ വാടക വീട്ടിൽ വച്ച് വിജയനെ കൊലപ്പെടുത്തിയത്. രാത്രി വീട്ടിലെ ഹാളിൽ വെച്ച് വിജയനെ തള്ളി നിലത്തിട്ട ശേഷം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നെന്നാണ് എഫ്ഐആർ. ഭാര്യ സുമയുടെയും മകൻ വിഷ്ണുവിന്റെയും സഹായത്തോടെ മുറിയുടെ തറ തുരന്ന് വിജയന്റെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന് നിതീഷ് സമ്മതിക്കുകയായിരുന്നു. 2016 ജൂലൈയിലാണ് വിഷ്ണുവിന്റെ സഹോദരിയും, അതായത് പ്രതികളിലൊരാളായ വിഷ്ണുവിന്റെ സഹോദരിയും നിതീഷും തമ്മിലുള്ള ബന്ധത്തിൽ പിറന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ദുരഭിമാനത്തിന്റെ പേരിലാണ് നിതീഷും വിഷ്ണുവും കൊല്ലപ്പെട്ട വിജയനും ചേർന്ന് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ നിതീഷ് 1-ാം പ്രതിയും വിജയനും വിഷ്ണുവും 2ഉം 3ഉം പ്രതികളായിരുന്നു. കൊല്ലപ്പെട്ട വിജയന്റെയും കുടുംബത്തിന്റെയും അന്ധവിശ്വാസം മുതലെടുത്ത് വീട്ടിൽ കയറിൽ കൂടിയ നിതീഷ് പിന്നീട് ക്രൂരതയുടെ പര്യായമായി മാറി. വിജയന്റെ മകളുടെ കൈക്കുള്ള ബുദ്ധിമുട്ട് പൂജയിലൂടെ മാറ്റാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു നിതീഷ് ആ കുടുംബത്തിലേക്ക് വന്നത്. പിന്നീട് ആഭിചാരവും അന്ധവിശ്വാസവും നിറച്ച് ആ കുടുംബത്തെ തന്റെ അടിമകളാക്കി മാറ്റി. താൻ പറയുന്നത് എന്തും ചെയ്യുന്ന കുടുംബം. നിതീഷിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ജീവിത രീതി വരെ മാറ്റി. ബന്ധുക്കളെയെല്ലാം അകറ്റി, നാടുവിട്ടു. ഇവരെ കാണാതായെന്ന് വ്യക്തമാക്കി ഒരു ഘട്ടത്തിൽ വിജയന്റെ സഹോദരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നതാണ് വസ്തുത. വാടക വീടുകൾ മാറി മാറി താമസിക്കാൻ തുടങ്ങിയതോടെ ബന്ധുക്കളും ആശങ്കയിലായിരുന്നു. പൂജകളിലും മറ്റുമുള്ള ചെറിയ അറിവും അന്ധവിശ്വാസവും നിതീഷ് തുണയാക്കി. വിജയന്റെയും കുടുംബത്തിന്റെയും വീടും സ്ഥലവും വൻ തുകയ്ക്ക് വിറ്റ് ആ പണവും കൈക്കലാക്കി. അതിനുശേഷം വിഷ്ണുവുമായി മോഷണത്തിനും നിതീഷ് ഇറങ്ങി. ഈ മോഷണമാണ് ഇവരെ പോലീസിന് മുന്നിലെത്തിച്ചത്. 4 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ഗന്ധർവന് കൊടുക്കാനെന്നു പറഞ്ഞ് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്നെന്ന വിവരമായിരുന്നു പോലീസിന് കിട്ടിയത്. കുഞ്ഞിനെ സാഗര ജംഗ്ഷനിലുള്ള വീട്ടിൽ കുഴിച്ചിട്ടു. ഏതാനും വർഷം മുമ്പാണ് ഇത് നടന്നത്. അതേസമയം കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറ കുഴിച്ചു നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി. പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ അച്ഛൻ വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹമാണ് കിട്ടിയത്. മൃതദേഹം ഇരുത്തിയ നിലയിലായിരുന്നു. കാർഡ്ബോർഡ് പെട്ടിയിൽ 3ആയി മടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. തലയോട്ടിയും അസ്ഥികളുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പാന്റ്, ഷർട്ട്, ബെൽറ്റ് എന്നിവയുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു. 4 അടി താഴ്ചയിൽ അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് 3ആയി മടങ്ങിയ പാന്റും ഷർട്ടും ധരിച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. കാർഡ്ബോർഡ് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വച്ചിരുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അസ്ഥി മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഓണത്തിനാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. പ്രതി നിതീഷുമായുള്ള തെളിവെടുപ്പിൽ വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഫോറൻസിക് സർജൻ സ്ഥലത്തെത്തിയതോടെ തറ കുഴിച്ച് മൃതദേഹം പുറത്തെടുത്തു.